ഹലോ, നമ്മുടെ സ്വന്തം ചേർപ്പങ്കലിൽ മാർസ്ലിവ മെഡ്സിറ്റി ഹോസ്പിറ്റലിന് സമീപം പുതിയതായി പ്രവർത്തനം തുടങ്ങിയ വസ്ത്ര ബൈ രാഗം ടെക്സ്റ്റൈൽസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷോപ്പാണ് ഇത്. അപ്പം അതിന്റെ ഉടമ നമ്മുടെ പ്രിയങ്കരനായ ആൽബിൻ ചേട്ടനാണ് നിൽക്കുന്നത്. ആൽബിൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രസ്ഥാനം കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എത്ര വർഷത്തോളമായിട്ട് ഈ ഫീൽഡ് നമുക്ക്? ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 10-15 വർഷമായുള്ളൂ. പക്ഷെ എന്റെ ഫാദർ 47 വർഷമായിട്ട് ചേർപ്പങ്കൽ പഴയ കവലയില് പ്രസ്ഥാനമായിട്ട് രാഗം ടെക്സ്റ്റൈൽസ് ഉണ്ട് നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പുതിയൊരു ബ്രാഞ്ചോടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർപ്പങ്കൽ, അതായത് പാല ചേർപ്പങ്കൽ മാർസ്ലിവ മെഡ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് മേടിക്കാനുള്ള എല്ലാ സാധനങ്ങളും അനുവദിച്ചാൽ തന്നെ എന്നൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് A to Z സാധനങ്ങളുണ്ട്. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ മുതൽ അവന്റെ തുടർന്നുള്ള എല്ലാ തരത്തിലുമുള്ള സംഭവങ്ങളും നമ്മുടെ ഉണ്ട്. ഡ്രസ് ഐറ്റംസ് പോരാഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ അവിടെ ചേർപ്പങ്കൽ ഇല്ലാത്ത കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കിഡ്സിന്റെ ടോയ്സും അങ്ങനെയുള്ള ന്യൂബോൺസിന് വേണ്ടി ടോയ്സും കാര്യങ്ങളെല്ലാം ബേബീസിനുള്ള ബോട്ടിലുകൾ ബോട്ടിൽസ് എല്ലാം സാധനം അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു സെക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ത്തിനുള്ള മാറ്റുകള്. ശരി അതിലെവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനെല്ലാം ഓരോന്നായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റിന് വേണ്ട എല്ലാ ഐറ്റംസും അതാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാർസ്ലിവ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ്. അപ്പം നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഹൈ റേഞ്ച് സൈഡിൽ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ മെഡ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പം അവർക്ക് ഒരുപക്ഷെ അഡ്മിറ്റ് ആകുക എന്നുള്ള ഒരു ഉദ്ദേശം വരുന്നതായിരിക്കത്തില്ല ഒരു പക്ഷേ, അല്ലേ? ഇവിടെ ഒന്നും പെട്ടെന്ന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് കാണുന്നു, അപ്പോൾ അഡ്മിറ്റ് ആവുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് അവിടെ വരെ പോയി ഹൈ റേഞ്ച് വരെ പോയിട്ട് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ. അതിനാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കൂടുതൽ കാണാൻ വേണ്ടി. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയുള്ള നൈറ്റീസ്, എല്ലാ ഡ്രസ്സിന്റെ എല്ലാ കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ഗ്രാൻഡ് മദർ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം പെട്ടെന്ന് 2 നൈറ്റി മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐസിയുലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി റൂമിലേക്ക് മാറ്റിയപ്പം ഇവിടെ വന്നാണ് ഓടി വന്ന് എൻ്റെ അങ്കിൾ വന്ന് മേടിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് വേണ്ടിയുള്ള ഫ്രണ്ട് ഓപ്പണിംഗ് ഉള്ള നൈറ്റീസ് കാര്യങ്ങൾ, അതുപോലെ എല്ലാ മോഡലുകളും ഉണ്ട്. ഫ്രണ്ട് ഓപ്പണിംഗ് സിബ് ഉള്ള സംഭവങ്ങൾ. അവിടുത്തെ പേഷ്യന്റിന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫിനെയും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നാട്ടുകാരും എല്ലാവരും കൂടി നമ്മളൊരു പ്രസ്ഥാനമാണ് വിജയിപ്പിച്ചെടുക്കുക, അല്ലെ? പൂർണ്ണ പിന്തുണ. കാരണം വേറൊന്നുമല്ല, എല്ലാ സാധനവും ഉണ്ട്. ഇങ്ങ് വന്നിച്ചാൽ മതി. അപ്പൊ എല്ലാ സാധനവും ഉണ്ട്. ന്യൂബോൺ ബേബി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? എല്ലാ ജനനം മുതൽ മരണം വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. അപ്പൊ ഞാൻ ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് കാണിക്കാം. അപ്പം എന്തായാലും ഒരു പുതിയൊരു പ്രസ്ഥാനം, അപ്പൊ അതിന്റെ 100% വിജയത്തിലേക്ക് എത്തട്ടെ. അപ്പൊ 45 വർഷം മിച്ചമായിട്ട് ഈ മേഖലയിലുള്ള ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ്, പരിചയം എല്ലാം അത് തികഞ്ഞൊരു വ്യക്തി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുക്കുന്ന കൊണ്ടുവരുന്ന മെറ്റീരിയൽ, ഐറ്റംസ്, കാര്യങ്ങൾ, റേറ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ യൂസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കേസാണ്. പുള്ളിയുടെ എപ്പോഴും പറഞ്ഞ കേസാണ് കേട്ടോ. ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണ്. പുള്ളിയോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം റേറ്റിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ, അതായത് കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല സാധനം, അതാണ് പുള്ളി ലക്ഷ്യം. അല്ലേ? അതാണ്. അതായത് റേറ്റ് കുറവാണെങ്കിലും നല്ല മൂല്യമുള്ള സാധനം കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 40 വർഷത്തെ പരിചയം എന്ന് പറയുന്നത് തന്നെ, അല്ലേ? അപ്പൊ എന്തായാലും ഇന്നതിന് പറയാണ്ടോ, പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? എല്ലാവരുടെയും സഹകരണം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ 7-ാം തീയതി ആയിരുന്നു ഇനാഗ്രേഷൻ കാര്യങ്ങൾ. 7-ാം തീയതി ആയിരുന്നു ഇനാഗ്രേഷൻ. തിങ്കളാഴ്ച രാവിലെ 9:30 ഇനാഗ്രേഷൻ ഫാദർ ജോസഫ് കണിയോടിക്കൽ നടത്തി. ശേഷം വെഞ്ചിരിപ്പ് മാത്യു തെക്കേലച്ചൻ നമ്മുടെ ചർച്ച് വികാരിച്ചനാണ് നടത്തി. അന്ന് ഭംഗിപൂർവ്വം
കാര്യങ്ങൾ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി എന്നാണ് കയറുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും കേട്ടോ. നമ്മൾ കാഴ്ചകൾ ഓരോരുത്തർ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കി കാഴ്ചയിലേക്ക് പോകും. ലിജോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബേബീസിന് വേണ്ടിയുള്ള ഫീഡിംഗ് ബോട്ടിലാണ് ഇത്. ഇത് സ്റ്റീൽ മെറ്റലില് പൗഡർ കോട്ടിങ് ചെയ്ത് നല്ല ചൂടൊക്കെ നിൽക്കുന്ന ബോട്ടിലാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ബേബീസിന് വേണ്ടിയുള്ള നല്ല ബോട്ടിലുകൾ വേറെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ വെറൈറ്റി ഐറ്റംസ് ഫീഡിംഗ് ബോട്ടിലുണ്ട്. ഈ ഫീഡിംഗ് ബോട്ടിലാണെങ്കിൽ നമുക്ക് പാല് ഇതിൽ ഒഴിച്ച് കോരി കൊടുക്കാനും കുറുക്ക് അതുപോലെയുള്ള സാധനങ്ങൾ വരെയും കൊടുക്കാനുള്ളതും ഓരോ ടൈപ്പുകളുണ്ട് നമ്മുടെ കയ്യില്. പിള്ളേരുടെ സെക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് പിള്ളേരുടെ സെക്ഷനിൽ ടോയ്സ് കാര്യങ്ങള്. ഇത് ഫീഡിംഗ് ബോട്ടിലിന്റെ തന്നെ ഒരു കിറ്റാണ്. എല്ലാ ഐറ്റംസും ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസ് വരെ നമുക്ക് അതിൽ ലഭ്യമാണ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ടർക്കീസ് കാര്യങ്ങളല്ല. ടർക്കീസ്, ബേബീസിന് വേണ്ടിയുള്ള ടർക്കീസ് കാര്യങ്ങള് പല ഐറ്റംസ് ഉണ്ട്. ഇത് ചെറിയ അവർക്ക് വേണ്ടിയുള്ള ഷൂസ്, ബൂട്ട്സ്, അവർക്ക് കോമ്പ്, ഇതൊക്കെ നല്ല അവരുടെ മൃദുലമായിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഓരോ പ്രൊഡക്റ്റുകളാണ്. കോമ്പായാലും ബ്രഷ് ആയാലും ഒക്കെ അതനുസരിച്ചുള്ള ഐറ്റംസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഈ ന്യൂ ബോൺ ബേബീസിന് വേണ്ടി നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. മാറ്റായാലും കുളിപ്പിക്കാനുള്ള മാറ്റുകൾ, കിടത്താനുള്ള മാറ്റുകൾ, പല ടൈപ്പുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേർപ്പങ്കൽ മാർസേവ മെഡ്സിറ്റിക്ക് സമീപം പുതിയതായി പ്രവർത്തനം തുടങ്ങിയ നമ്മുടെ വസ്ത്ര രാഗം ടെക്സ്റ്റൈൽസിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം മേടിക്കുക അല്ലേ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, പുതിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആവശ്യം, നമ്മുടെ നാടിന്റെ ആവശ്യം, ഉത്തരവാദിത്തം നമുക്ക് വേണ്ടി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.